ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷം കാണാൻ കഴിഞ്ഞതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. നടപ്പാക്കില്ലെന്ന് കരുതിയ വൻകിട പദ്ധതികൾ പലതും സർക്കാർ നടപ്പിലാക്കി. ജനങ്ങളെ കേൾക്കാനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുമുള്ള ജനാധിപത്യ രീതിയാണ് മുഖാമുഖമെന്ന് എൻ ജയരാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. ഇനി കൂടുതൽ വാർത്തകളുമായി അനന്യ. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള മുഖാമുഖമാണ് കോട്ടയത്ത് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരമുണ്ട്. ഈ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്, 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷത്തെക്കുറിച്ച് നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച ഗവൺമെൻറ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കേരളം വിധി എഴുതിയ ഒട്ടേറെ പദ്ധതികൾ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തി കൊണ്ട് എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് കേരളത്തെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എണ്ണിയാൽ തീരാത്ത ഒരുപാട് പദ്ധതികൾ, ദേശീയപാതയാണെങ്കിലും വിഴിഞ്ഞം പോർട്ടാണെങ്കിലും വെയിൽ പദ്ധതിയാണെങ്കിലും കൂടംകുളമാണെങ്കിലും ഒക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് പദ്ധതികൾ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. നടക്കുകയില്ലാന്ന് കേരളത്തിൻ്റെ വികസനത്തിൽ ഇത്രയും വലിയ സംഭാവനകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വളരെയേറെ ദീർഘവീക്ഷണത്തോടെ നമുക്കൊരു താൽക്കാലികമായി നടത്തുന്ന കുറേ പ്രവർത്തനങ്ങൾ, അതിനപ്പുറത്തേക്ക് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെ അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി തിരിച്ചറിയേണ്ടത്. ആ രീതിയിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ. ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം വിദ്യാഭ്യാസ മേഖല ആദ്യം നമ്മൾ ചെയ്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റായി, അടിസ്ഥാന മേഖലയിൽ വികസനം ഉണ്ടാക്കി. അടിസ്ഥാന മേഖലയുടെ വികസനം ഉണ്ടായ ശേഷം പിന്നെ അക്കാഡമിക് തലത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ഇന്ന് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ വെല്ലുവിളികൾക്കനുസരിച്ച് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും ഇവിടെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതുതന്നെയാണ് ആരോഗ്യ രംഗത്തും ഉണ്ടായത്. അപ്പം ഇത്രയും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു പക്ഷേ എനിക്കൊന്നും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുഖാമുഖം പരിപാടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അവരുടെ ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ കാണും, വളരെ പ്രധാനമുള്ളതായിരിക്കും. അപ്പോൾ ഈ മുഖാമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പിൻ പോയിൻ്റ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരമുണ്ടാകും. ഗവൺമെൻറ് നയരൂപീകരണത്തിലും നിയമനിർമ്മാണത്തിലുമൊക്കെ നാളെ സഹായകരമായ രീതിയിലുണ്ടാകും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇതുപോലുള്ള മുഖാമുഖത്തിൽ വന്ന പല പ്രശ്നങ്ങളും പിന്നീട് നിയമസഭയിൽ ഭേദഗതികളായിട്ടും പല നിയമങ്ങൾക്ക് ഭേദഗതിയായിട്ടും ഗവൺമെൻറ് നയത്തിൽ തന്നെ അതിനെ സ്വാധീനിക്കാനൊക്കെ ഇടയായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും നടപ്പാക്കില്ലെന്ന് പലരും കരുതിയിരുന്ന പല വൻകിട പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമെന്നാണ് ഡോക്ടർ എൻ ജയരാജ് വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.